പിന്നെ NDF മാതിരി ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റി കളിക്കല്ലേ. ഇപ്പൊ മുസ്ലിം ജമാഅത്ത് എന്നോ, ഇപ്പൊ നാളെ ജമാഅത്തെ മുസ്ലിം ഒന്നും ആകാൻ ഞാൻ മതി. ജമാഅത്തെ മുസ്ലിം കുറച്ചും കൂടെ പിന്നെ ജമാഅത്തെ ഈ മുസ്ലിം എന്നുള്ളത് ഇസ്ലാമിയും കൂടി ഉണ്ടാക്കിയാൽ അങ്ങനെ ആവാതിരിക്കട്ടെ. അപ്പൊ പേര് മാറ്റി കളിക്കണോണ്ട് അന്നത്തെ പേര് എന്താന്നുള്ളത് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയാണ് അന്നുണ്ടാക്കിയത്. ഇപ്പൊ മുസ്ലിം ജമാഅത്ത് എന്നാ പറയാറ്. ഉലമക്ക് പകരം AP അവക്കൂലി ഞാൻ സെക്രട്ടറി ആണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ഫത്വ ചോദിക്കാനെങ്കിലും APന്റെ അടുത്ത് ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെയല്ലേ പറയുന്നത്. ഗ്രാൻഡ് മുഫ്തി അല്ലേ? ആണ് പറഞ്ഞൂടെ ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് എന്തിനാ പറയണം? എന്തായാലും നോണ പറയണം. അങ്ങനെ കുറച്ച് കാര്യം തന്നെ പറഞ്ഞൂടെ? പിന്നെ വേൾഡ് ഗ്രാൻഡ് മുഫ്തി ഉണ്ടായിക്കൂടെ? നിങ്ങളിപ്പോ വേൾഡ് ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാലും ഇവിടെ ആരും നിങ്ങളെ ചീത്ത അറിയൊന്നുമില്ല. നിങ്ങളിപ്പോ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാന്ന് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ചീത്ത പറഞ്ഞു നമ്മളാരും കേസിനൊന്നും പോകില്ല. കാരണം അതിലും അള്ളാഹു റസൂലിന്റെ പേരിൽ നോണ പറഞ്ഞൊരു കൗമിന് ഇപ്പൊ അതിലും വലുത് പറഞ്ഞാൽ വേൾഡ് ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞോളി. എന്നാല് ഇവിടെ ആർക്കാ പ്രശ്നമുള്ളത്? കാരണം കാന്തപുരം മഹലിൽ പോലും മൂപ്പർക്ക് ഒരു സ്വാധീനമില്ല. ആ മഹലിൽ പോലും അവസ്ഥ ഉണ്ടപ്പാ. കാന്തപുരം മഹല് സ്വന്തം മഹല് മൂപ്പരാണ് ഈ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത്. ആ സ്വന്തം നാട്ടുകാർക്ക് തന്നെ വേണ്ടാത്ത മനുഷ്യനാണ് ഇന്ത്യക്കാരുടെ മുഫ്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, അപ്പൊ അതിനൊന്നും ഒരു കാര്യമില്ല. AP അബൂബക്കർ മുഫ്തിയുടെ ഫത്വ കേട്ടോ? കേൾക്കൂല. കുത്തിത്തിരിപ്പല്ലാതെ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. ഫത്വ കേൾക്കൂല. മൂപ്പരാണ് ഷെയ്ഖുന ശംസുൽ ഉലമക്ക് പകരം സെക്രട്ടറി എന്ന് പോയി കുറെ മോലിയാറ്റി മൂപ്പർ പിന്നെ ആ മുടിക്കും വേണ്ടിയിട്ട് പറയണമെന്ന് പറഞ്ഞത്. അതൊക്കെ ഇങ്ങനെ കയ്യോടെ പിടി കൂടിയപ്പോ പൊതുവെ ശരാശരി ഈമാനുള്ള ആളുകളുടെ കൽവിലൊന്നും ഈ കൗമിനോട് ഒരു മതിപ്പുമില്ല. ആ കൗമിൽപ്പെട്ട മൂല്യന്മാരോട് മതിപ്പില്ല. കാരണം പച്ച നുണ പറഞ്ഞത് അത് വലിയ വലിയ മുഷാഫന്മാരിനെ പോലത്തെ ആൾക്കാർ, പേരോടിനെ പോലത്തെ ആളുകൾ, അവരെ വലിയ വലിയ ആൾക്കാർ കേട്ടോ. പച്ച നുണ, ഒരു ഉളുപ്പില്ലാതെ നുണ പറഞ്ഞത് മനുഷ്യന്മാർ കേട്ടതും കണ്ടതല്ലേ. ആരും നുണ പറയണ മനുഷ്യന്മാരെ എങ്ങനെ വിശ്വസിക്കുക? നുണ പറയാന്നുള്ളത് നിഫാഖിന്റെ അടയാളല്ലേ? പച്ചക്ക് നുണ. ആ നുണനെ അള്ളാഹു റസൂലിന്റെ പേരിലാണെങ്കിലോ അതിന് പിന്നെ നമ്മൾക്കൊന്നും പറയാതിരിക്കലാന്നല്ലേ. ബുദ്ധിയുള്ള ആളുകൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ പൊതുവെ ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ ശേഷം ആ കൗമിനോട്, കാന്തര വിഭാഗം തന്ന വിഭാഗത്തിനോട് പൊതുവെ ജനങ്ങൾക്ക് ഒരു താല്പര്യമില്ല. അല്ലാഹുവേ, നിന്റെ തീരുമാനം എത്ര മഹത്താണ്, എത്ര മഹത്തമായതാണ്. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിനെയും ആക്ഷേപിച്ചവർ, ആക്ഷേപിക്കാൻ വേണ്ടി മൈക്ക് കെട്ടി പറഞ്ഞയച്ചവർ ഇന്ന് സ്വന്തം ശിഷ്യന്മാരുടെയും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെയും ആട്ടും തുപ്പും കേട്ട് ഇരിക്കപ്പുറതിയില്ലാതെയായെങ്കിൽ ഇത് ആ മഹത്തുക്കളെ നിങ്ങൾ വേദനിപ്പിച്ചതിന് നിങ്ങളുടെ ശ്വാസം അടങ്ങുന്നതിന് മുമ്പ് റബ്ബ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. അതെപ്പോ അതിനെ കുറിച്ച് പറയാനുള്ളൂ. ഒരൊറ്റ പ്രസംഗം ഈ കരുളായിക്കാരന് ഞാൻ എടുത്തപ്പോഴേക്ക് AP വിഭാഗത്തെ ഒന്നിനും പറ്റാത്ത നുണയന്മാരും ചതിയന്മാരും വഞ്ചകന്മാരുമാണ് എന്നത് എത്ര ഉഷാറായിട്ട് അയാൾ പറയുന്നത്. ഇത് അയാൾ പറയുമ്പോൾ എങ്ങനെ ആദർശം, അത് ഞങ്ങൾ പറഞ്ഞാൽ വ്യക്തിപരമായാൽ എങ്ങനെ? ഇനി അയാളവിടെ കാര്യമായ ഒരാരോപണം നമുക്കെതിരിൽ പറയുന്നുണ്ട്. അതെന്താണ്? നമ്മൾ വ്യക്തിവിരോധം തീർക്കുകയാണ്. വ്യക്തിവിരോധം തീർക്കുകയാണ്. ആർക്കെതിരെ? AP സമസ്തക്കെതിരെ. കാരണം ഇയാളെ പ്രസംഗം ഇങ്ങോട്ട് വന്നാൽ, ആരെ? കരുളായിക്കാരൻ്റെ ക്ലിപ്പും പ്രസംഗം ഇങ്ങോട്ട് വന്നാൽ ജിഫ്രി തങ്ങളുപ്പാപ്പാൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ സ്വാദിഖ് അലി തങ്ങളുപ്പാപ്പാൻ്റെ ആൾക്കാരൊന്നും അതിനെ ആരും ഷെയർ ചെയ്യലൊന്നുമില്ല കാര്യമായിട്ട്. അതിൻ്റെ മൊത്തം പ്രചരണം ഏറ്റെടുത്തത് പേരോടും ടീമാണ്. കാരണം എന്താ? പറ്റിയ സാധന കിട്ടിയത്. എന്താ അതിനുള്ള ജോറ് എന്നാ പ്രചരണവും. 2 ദിവസം മറുപടി വൈകിയപ്പോഴേക്ക് ഇതാ എന്തൊക്കെയോ ആവുകയാണ്, മറുപടി പറയാൻ കഴിയില്ല, ഇതൊക്കെ പറയുന്നത് ഇവരാ. എന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ APക്കാർക്കെതിരെ പ്രസംഗിക്കുന്നത് വ്യക്തിവിരോധം തീർക്കലാണ്. അതിൻ്റെ പൂതിയൊന്ന് ഞാൻ തീർത്തരാം. ആദ്യം കരുളായി എന്ന് പറയട്ടെ. ഇവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഇവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയപ്പോ AP സംഘടന എങ്ങനെയെങ്കിലും തകർക്കണം. AP സംഘടനയിൽ ഇവരെ പുറത്താക്കാൻ മുൻപന്തിയിൽ നിന്ന പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാനും അത് ഇവന്റെ സംസാരം പ്രസംഗം കേട്ടാൽ മൂക്ക് കീപ്പട്ടായ ഏതൊരു മനുഷ്യനും മനസ്സിലാവും. ഭയങ്കരമായ വ്യക്തിവിരോധത്തിൽ നിന്നുള്ള എന്തോ ഒരു പക തീർക്കുന്ന സംസാരമാണ് ഇവർ നടത്തുന്നത് എന്നുള്ളത്. അതിന് ഒരു കുറെ ആദർശത്തിന്റെ ചേരുവകളും അവരുടെ വാക്കുകളും മറ്റും വരുന്ന സ്ഖലിതങ്ങളും ഇതൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടൊക്കെ അങ്ങനെ സംസാരിക്കും. ആശയപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തണം, തിരുത്തപ്പെടേണ്ടതുമാണ്, തിരുത്തി കൊടുക്കും വേണം. അത് ആര് തിരുത്തി കൊടുക്കുകയാണെങ്കിലും നമ്മൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവന്റെ പ്രസംഗം ഒരു ആദർശ സംബന്ധി മാത്രമൊന്നുമല്ല എന്ന് ഇവന്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ അപ്പൊ ഇതാണ് കാര്യമായി അതിൽ പറഞ്ഞ ആരോപണം.
അതായത് നമ്മൾ AP സമസ്തയോട് മുട്ടുന്നത് അത് ആദർശ പരമല്ല വിഷയം. ആദർശം പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് നമ്മൾ വ്യക്തിവിരോധം തീർക്കുകയാണ്. ഇപ്പോൾ AP-ക്കാരെ സ്വന്തം ആളായ മൊയ്ലേര്, വ്യാജ മൊയ്ലേര് വന്നിട്ട് പറയാം, ആദർശപരമല്ലാത്ത ഏതെങ്കിലും ഒരു വിഷയത്തിൽ AP സമസ്തയോട് ഞങ്ങൾ മുട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവാ കരുളായിക്കാരാത്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിനെതിരിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ AP-ക്കാരനും ഈക്കക്കാരനും നോക്കിയിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിഷയം. MT ദാരിമി AP-ക്കാരനാണോ? അദ്ദേഹം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പിശാചുവാദം കൊണ്ടുവന്നപ്പോൾ നമ്മളെ ശൈത്താനി മുസ്ലിയാരുണ്ടല്ലോ പേരോട്, ശൈത്താനിയത്തും ബുഹ്താനിയത്തും ഒരുമിച്ച് കൂടിയ ശൈത്താനി മുസ്ലിയാർ, അയാൾ കൊണ്ടുവന്ന ആശയം അതിനനുകൂലിച്ച് MT ദാരിമി പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, പരമ്പര തന്നെ നടത്തിയിട്ടുണ്ട്. വ്യക്തിവിരോധ പോട്ടെ, ആ വിഷയം ജിഫിരിത്തങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളതിനെ പ്രാമാണികമായി വിശദീകരിച്ചിട്ടുണ്ട്. നജീബ് മൗലവി പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആദർശം അതാളെ നോക്കിയിട്ടല്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പഴയ മുജാഹിദിനേക്കാൾ വടക്കായിപ്പോയി അത് AP സമസ്ത. മുഴുവനും ആദർശപരമായ തെറ്റുകൾ, ഈ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് പോലും ദ്വാരക്കാൻ പാടില്ല എന്നിടത്ത് എത്തി. അപ്പം ഞങ്ങൾക്ക് നിരന്തരം അവരോട് പറയേണ്ടി വന്നു, ഇത് ആദർശ വിഷയമല്ലേ. AP സമസ്തയോട് മുട്ടുക എന്നുള്ളത് എന്ന് മുതലാ നിനക്ക് വ്യക്തിവൈരാഗ്യം അല്ലെങ്കിൽ വ്യക്തിവിരോധം തീർക്കലായത്? ഞങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ താങ്കൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഒരു കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 5-6 മാസം മുമ്പുള്ള താങ്കളുടെ പ്രസംഗം എടുത്തു നോക്ക്, അതിൽ നിരന്തരം പറയുന്നില്ലേ? AP സമസ്തയോട് ആദർശപരമായി പറയുന്നത്, ആദർശപരമല്ലാത്തൊരു വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവരാം. ഞങ്ങൾ എണ്ണി പറഞ്ഞ വിഷയം കൊണ്ടുപോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട് എന്നയാൾ വാദിച്ചപ്പോൾ ഞങ്ങൾ നേരില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ സമസ്തയുടെ വാർഷിക സമ്മേളനത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല എന്ന് പ്രമേയം പാസ്സാക്കിയിട്ടില്ലേ കേരള? അതിന് ഈ എവിടെ? ശിശുവല്ലേ ഇതിൽ? ശിശുവല്ലേ നീ? അറിയോ വല്ല കാര്യവും? ജിഫിരിത്തങ്ങൾ പ്രസംഗിച്ചിട്ടില്ലേ AP വിഭാഗത്തോട് ഞങ്ങൾക്ക് ആദർശപരമായി പ്രശ്നമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരില്ല എന്ന് പറയുന്നവരാണ് ഞങ്ങൾ, പറഞ്ഞിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം കത്തും എന്നയാൾ വാദിച്ചപ്പോൾ കത്തുകയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. അതാണോ വ്യക്തിവിരോധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ പിശാചി ഇടപെടും. സാധാരണക്കാരൻ അള്ളാഹിൻ്റെ റസൂലിനെ സ്വപ്നം കണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചാണ് എന്നയാൾ പറഞ്ഞപ്പോൾ അല്ലാതെ ഞങ്ങൾ പറഞ്ഞു. കറാമത്ത് പറയണമെങ്കിൽ ബുദ്ധിക്ക് യോജിക്കണമെന്ന് പറഞ്ഞു, വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതാണോ വ്യക്തിവിരോധം തീർക്കൽ? ഞങ്ങളുടെ വിഷയം ആ കാലത്ത് എന്താണോ പറയേണ്ടത് അത് പറയും. എല്ലാ സ്ഥലത്തും പറയേണ്ടതുണ്ടാവും, അതെല്ലാ സ്ഥലത്തും പറയും. അപ്പം മശായിഖിൻ്റെ കാലം കഴിഞ്ഞു, ഇത് ഞങ്ങളാണ് മശായിഖുമാർ, അതെല്ലാ സ്ഥലത്തും പറയേണ്ടതാണ്, അങ്ങനെ തന്നെ പറയും. അവിടെ ആവർത്തനം നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പം 4 റക്അത്ത് നിസ്കരിക്കുകയാണ്, ഫാത്തിഹ 4 ഓതണം, അത് പ്രധാനമാണ്. പിന്നെ ആ കാലത്ത് പറയേണ്ട അതിനോട് അഴയും. എല്ലാവർക്കിലേക്ക് എത്തേണ്ടത് ആദർശ വിഷയമല്ലാത്ത ഏത് വിഷയത്തിലാണോ ഞങ്ങൾ ഇടപെട്ടത്? വ്യക്തി വിഷയം ഞങ്ങളെത്തില്ലാഞ്ഞിട്ടാ. ഈ ഇടക്ക് പറയുണ്ടല്ലോ, ഞങ്ങൾ എന്താ പിശാച് സേവയാണ്. ഓ, അങ്ങനെ എന്തോ ഒരു വാക്ക് കേട്ടല്ലോ, പിശാച് സേവ, അതിൽ നിന്നാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവനാൻ്റെ പ്രവർത്തനം കരുളായിക്കാര, മറ്റുള്ളവരെ നേരെ എന്തിനാ തിരിക്കണത്? പിശാചിൻ്റെ പ്രവർത്തനം പിശാചുവാദമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്വയം മനസ്സിലാക്കിയ പോരെ. നമ്മളെ ദക്ഷിണ കന്നഡയിൽ നിന്ന് ദുബായിലേക്ക് ചികിത്സ നടത്താൻ വന്ന കഥയൊക്കെ ഉണ്ടല്ലോ, കരുളായിക്ക് ഓർമ്മയുണ്ടോ?
ആയാതി പൈശാചിക കഥകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പൈശാചികത മനസ്സിലും പ്രവർത്തനത്തിലും നിറഞ്ഞു കിടക്കുന്നുകൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ചും അത് തോന്നുന്നത്. അതുകൊണ്ട് അയ്യാതി വളവൊന്നും വേണ്ടുള്ള പോലെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, AP സമസ്തക്കെതിരെ നമ്മളിപ്പോൾ പോരാടുന്നത് ഒന്ന് ആ സമസ്തന്നെ വ്യാജം. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞ്. EK ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ പുതിയ സമസ്ത ഉണ്ടാക്കിയത് അത് തന്നെ വ്യാജമാണ് എന്നല്ലേ ഞങ്ങൾ പറഞ്ഞ്. പറയണ്ടല്ലേ. ഇനി വലിയ രസം എന്താ അറിയോ, ഇനി ഇയാൾ AP സമസ്തക്കെതിരെ പറഞ്ഞതാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ഞങ്ങളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പറഞ്ഞ കരുളായിക്കാരൻ തന്നെ ഈ അടുത്ത മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അയാൾ മറന്നുപോയതാ. അരണയുടെ ബുദ്ധിയല്ലേ, അങ്ങനെയാണ് മറക്കാൻ പറ്റുങ്ങൾ. ഞങ്ങളെല്ലാവരും കൂടിയാണ് സഹിച്ചോളാം. ഇതങ്ങനെ സഹിക്കാൻ പറ്റിയ സംഭവമല്ല, ആദർശപരാണ്. എന്താ AP സമസ്തയെ കുറിച്ച് താങ്കൾ മുമ്പ് പരിചയപ്പെടുത്തിയത്? ഓരോന്ന് കൊണ്ട് കൂടുതലൊന്നുമില്ല, ഒന്നൊരു 8 ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. ബാക്കി ഇൻഷാ അല്ലാഹ് ഇയാൾ ഇനിയും വരണം. ഇയാൾ ഇനിയും വന്നിട്ട് കാന്തപുരം സമസ്തയെക്കുറിച്ച് ഇയാൾ പറയുന്ന മുഴുവനും നമുക്ക് കേൾപ്പിക്കണം. അതുകൊണ്ട് എല്ലാവരും ചോരുന്നോളി, ഇയാൾ വന്നുകൊണ്ടേയിരിക്കണം. ഇയാളും ഇയാളുടെ ആ കൂടെയുള്ള ടീമുണ്ടല്ലോ, അവർ AP-ക്കാരെ കുറിച്ച് പറഞ്ഞു പോൽക്ക് വരുന്നത് ഒരു അരണൻ്റെ ബുദ്ധി ഉണ്ടായതുകൊണ്ട് മറന്നുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് പോലെ പുതിയ കൂട്ടുകാരല്ലേ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തേക്ക്, ഓരോന്നും കൂടി വിട്. ഈ സമസ്തയുടെ കൂടെ നിൽക്കുന്നതിന് പകരം ഇവർ പുറത്തു പോയിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞിട്ട് കുപ്പായിട്ട് നടക്കുക. അതിന് വണ്ടി കയറിയിട്ട് വേറെ കുറെ മൂല്യന്മാരും എന്നിട്ട് ഒരു മുഷാവറ തട്ടിക്കൂട്ടുക. എന്നിട്ട് ഞങ്ങളാണ് സമസ്ത എന്ന് പറയാം. പിടിച്ചു നിൽക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറെ പേര് മറ്റേ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ അങ്ങനെന്തൊക്കെയാണ് ശരിക്കും പേര് തോന്നുന്നത്. പിന്നെ NDF-മാരി ഇടക്കിടക്ക് പേര് മാറ്റി കളിക്കല്ലേ. ഇപ്പൊ മുസ്ലിം ജമാഅത്ത് എന്നോ, ഇപ്പൊ നാളെ ജമാഅത്തെ മുസ്ലിം ഒന്നും ആകാൻ ഞാൻ മതി. ജമാഅത്തെ മുസ്ലിം കുറച്ചും കൂടെ പിന്നെ ജമാഅത്തെ ഈ മുസ്ലിം എന്നുള്ളത് ഇസ്ലാമിയും കൂടെ ഉണ്ടാക്കിയാൽ അങ്ങനെ ആവാതിരിക്കട്ടെ. അപ്പൊ പേര് മാറ്റി കളിക്കണോണ്ട് അന്നത്തെ പേര് എന്താന്നുള്ളത് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയാണ് അന്നുണ്ടാക്കിയത്. ഇപ്പൊ മുസ്ലിം ജമാഅത്ത് എന്നാ പറയത്. അപ്പൊ നിങ്ങളെ സമസ്ത AP സമസ്ത എന്ന് പറഞ്ഞ സംഗതി തന്നെ വ്യാജമാണ്. EK ഉസ്താദിനെ പോലെയുള്ള ആളുകളുടെ ഒറിജിനൽ സമസ്തയിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. മാത്രല്ല അയാൾ ചോദിക്കണില്ല, നിങ്ങൾ പഴയ കാലത്തൊക്കെ ബന്ധം അഖിലേന്ത്യ എന്തൊക്കെ ആയിരുന്നല്ലോ പേര്, ഇപ്പൊ പേര് മാറ്റി മുസ്ലിം ജമാഅത്ത് എന്നൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ. ഇനി അത് ജമാഅത്തെ ഇസ്ലാമി ആവോ? അതപ്പോൾ ആയത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയിലൊന്നും നിൽക്കൂലപ്പാ സാധനം. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒക്കെ അപ്പുറം പറഞ്ഞു പോയി. അപ്പൊ AP സമസ്ത എന്നത് വ്യാജമാണ്, പേരിൽ പോലും കൃത്യതയില്ല എന്ന് താങ്കൾ പറയുമ്പോൾ അത് ആദർശപരവും, അത് ഞങ്ങൾ പറഞ്ഞാൽ വ്യക്തിവിരവും. ഇതെന്താണോ, ഇത് എഴുതി കിട്ടിയതാ. ഒന്നുകൂടി കേട്ടോ, നല്ല ഉഷാറുണ്ടാവും കണ്ണനാണ് തുടർന്നാൽ. അതാ ഞാൻ പറഞ്ഞ കണ്ണനൊന്ന് പഠിപ്പിച്ചു തരാം. അടുത്ത് AP അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞു AP-ക്കാർ. അപ്പൊ കരുളായിക്കാരൻ പറയാണ്, എന്ത് ഗ്രാൻഡ് മുഫ്തി? AP-നോട് ആരെങ്കിലും ഫത്വ ചോദിക്കലുണ്ടോ? ഒരു ഫത്വ പോലും കൊടുക്കാത്ത ആളെങ്ങനെ ഗ്രാൻഡ് മുഫ്തിയായി? ഇത് ഞങ്ങൾ ചോദിച്ചാൽ വ്യക്തിപരവും, സൽമാൻ പിന്നെ കരുളായി ചോദിച്ചാൽ ആദർശപരമാവുന്ന എങ്ങനെ? നല്ലോണം കൊണ്ടെടുക്കുക AP-ക്കാരെ, നല്ല സാധനത്തിനല്ലേ കിട്ടിയത് നിങ്ങൾക്ക്. ഇതൊക്കെ ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. അതോ ഇതൊക്കെ നന്നായെങ്കിൽ അത് കരുളായിക്കാരൻ പറഞ്ഞാൽ മതി, ഞങ്ങൾ നിർത്തിക്കോളാം. AP സമസ്ത ഒറിജിനലാണ് പറഞ്ഞോളൂ, ഗ്രാൻഡ് മുഫ്തി ഒറിജിനലാണ് പറയ് എനിക്ക് വ്യക്തിപരാൻ ശരിക്കും പഠിപ്പിച്ചു തരാൻ. അടുത്ത ഉലമക്ക് പകരം AP അബൂബക്കർ ഞാൻ സെക്രട്ടറിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ഫത്വ ചോദിക്കാനെങ്കിലും AP-ന്റെ അടുത്ത് ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെയല്ലേ പറയണത്, ഗ്രാൻഡ് മുഫ്തി അല്ലേ? ആണ് പറഞ്ഞൂടെ ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് എന്തിനാ പറയണത്? എന്തായാലും നോണ പറയണം, അങ്ങനെ കുറച്ച് കാര്യം തന്നെ പറഞ്ഞൂടെ. പിന്നെ വേൾഡ് ഗ്രാൻഡ് മുഫ്തി ഉണ്ടായിക്കൂടെ? നിങ്ങളിപ്പോൾ വേൾഡ് ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാലും ഇവിടെ ആരും നിങ്ങളെ ചീത്തറൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാന്ന് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ചീത്ത പറഞ്ഞു, നമ്മളാരും കേസിനൊന്നും പോകില്ല. കാരണം അതിലും അള്ളാഹു റസൂലിന്റെ പേരിൽ നോണ പറഞ്ഞൊരു കൗമിന് ഇപ്പം അതിലും വലുത് പറഞ്ഞാൽ വേൾഡ് ഗ്രാൻഡ് മുഫ്തി എന്നാണ് പറഞ്ഞോളി. എന്നാൽ ഇവിടെ ആർക്കാ പ്രശ്നമുള്ളത്? കാരണം കാന്തപുരം മഹലിൽ പോലും മൂപ്പർക്ക് ഒരു സ്വാധീനമില്ല. ആ മഹലിൽ ഇപ്പോൾ താമസമുണ്ടപ്പാ, കാന്തപുരം മഹലിൽ, സ്വന്തം മഹലിൽ മൂപ്പരാണ് ഇപ്പൊ ഈ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത്. ആ സ്വന്തം നാട്ടുകാർക്ക് തന്നെ വേണ്ടാത്ത മനുഷ്യനാണ് ഇന്ത്യക്കാരുടെ മുഫ്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ,
അപ്പൊ അതിനൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ എവിടെയും കയറണോ? AP അബൂബക്കർ മുസ്ലിയാരുടെ ഫത്വ കയറണോ? ഏതെങ്കിലും മനുഷ്യ മൂപ്പരോട് ഫത്വ കേൾക്കാൻ പോലല്ലോ. നിങ്ങൾക്ക് കേൾക്കാം, കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വ ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ, കേട്ടിട്ടുണ്ടാവും. അവിടെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ ഫത്വ ഇങ്ങനെയാണ്, കേട്ടിട്ടുണ്ടാവും. സമസ്തയുടെ പിൽക്കാലത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിന്റെ ഫത്വ എങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവും. അഹമ്മദ് കോയ ശാലിയാത്തിയുടെ ഫത്വ ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്, കേട്ടിട്ടുണ്ടാവും. AP അബൂബക്കർ മുസ്ലിയാരുടെ ഫത്വ കേട്ടോ? കേൾക്കൂല. കുത്തിത്തിരിപ്പല്ലാതെ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. ഫത്വ കേൾക്കൂല. മൂപ്പരാണ് ശൈഖുനാ ശംസുൽ ഉലമക്ക് പകരം സെക്രട്ടറി ഇരുന്നോട് പോയി. കുറെ മോലിയാറ്റി മൂപ്പർ പിന്നെ എങ്ങനെയുണ്ട് സാറില്ലേ? സ്വന്തം കാന്തപുരം മഹലിൽ പോലും പിടുത്തല്ല എന്നാണ്. നിങ്ങൾ കേട്ടിനോ AP അബൂബക്കർ മുസ്ലിയാരുടെ ഫത്വ പറഞ്ഞിട്ടൊരു ഫത്വ? കണ്ണിയത്തുസ്ത ഞാൻ ചോദിക്കല്ല, നിങ്ങളെ സ്വന്തം കൂട്ടുകാരൻ കരുളായി ചോദിക്കുക. AP അബൂബക്കർ മുസ്ലിയാരെ ഫത്വയുടെ നിങ്ങൾ വേൾഡ് ഗ്രാൻഡ് മുഫ്തി പറഞ്ഞാലും ഞങ്ങൾ പ്രശ്നമാക്കൂല. കാരണം റസൂലുള്ളാഹിന്റെ പേരിൽ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞ ടീമല്ലേ നിങ്ങൾ? കേരളക്കാരാ, അത് വ്യക്തിപരമാണോ ആദർശപരമാണോ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുന്നവരാണ് AP സമസ്തക്കാരെന്ന് ഞങ്ങൾ പറയുമ്പോൾ വ്യക്തിപരവും, താങ്കൾ പറയുമ്പോൾ അതെങ്ങനെ നടക്കുക? ഈ ഇട്ട ബർമുടലാകലെങ്ങനെ ഇത് പഠിപ്പിച്ചല്ലേ? ഈ തറ കാലം വരെ പറഞ്ഞാൽ ഇതൊന്നും മാഞ്ഞു പോയിട്ടില്ല. ഇപ്പൊ ഗ്രാൻഡ് മുഫ്തിന്ന് ഇപ്പോഴും ഓല് പറയുന്നുണ്ട്. ഇപ്പോഴും മൂപ്പരാ പറഞ്ഞ അതിനെ ആയിട്ടുള്ളൂ. അതോ ഗ്രാൻഡ് മുഫ്തിയായി താങ്കൾ അംഗീകരിച്ചു കൊടുത്തോ? ഏടുക്കാടോ അതൊക്കെ ഉണ്ടാക്കണത്? വ്യക്തിവിരോധം തീർക്കലാണ് അത്രേ. കഴിഞ്ഞിട്ടില്ല. ഇനി ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമുടി കൊണ്ടുവന്ന് സമൂഹത്തെ പറ്റിച്ചു പറഞ്ഞില്ലേ കേരളായിക്കാരൻ? അപ്പം എനിക്ക് ഒറിജിനൽ ആയിട്ടുണ്ടോ? ഒറിജിനൽ ആയിട്ടുണ്ടോ പറയണം. ഈ തുറന്നു പറയണം. ആ സനതായി വായിച്ച സംഭവം ശരിയല്ലെന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് വ്യക്തിപരം, ഈ പറയുമ്പോൾ ആദർശപരം ആവല. ജി ആർക്കായി മുട്ടായി ഉണ്ടാക്കണത്? ഗളിപ്പിച്ചു കൊടുക്കുന്നു. മുടിക്കും വേണ്ടിയിട്ട് പറയണമെന്ന് പറഞ്ഞത് അതൊക്കെ ഇങ്ങനെ കയ്യോടെ പിടി കൂടിയപ്പോ പൊതുവെ ശരാശരി ഈമാനുള്ള ആളുകളുടെ കൈവിലൊന്നും ഈ കൗമിനോട് ഒരു മതിപ്പുമില്ല. ആ കൗമിൽപ്പെട്ട മൂല്യന്മാരോട് ഒരു മതിപ്പുമില്ല. കാരണം പച്ച നുണ പറഞ്ഞത് അത് വലിയ വലിയ മുഷാഫന്മാരിനെ പോലത്തെ ആൾക്കാർ, പേരോടിനെ പോലത്തെ ആളുകൾ, അവരെ വലിയ വലിയ ആൾക്കാർ കേട്ടോ. പച്ച നുണ, ഒരു ഉളുപ്പില്ലാതെ നുണ പറഞ്ഞത് മനുഷ്യന്മാർ കേട്ടതും കണ്ടതല്ലേ? പിയാരി നുണ പറയണ മനുഷ്യന്മാരെ എങ്ങനെ വിശ്വസിക്കുക? നുണ പറയാന്നുള്ളത് നിഫാഖിന്റെ അടയാളല്ലേ? പച്ചക്ക് നുണ. ആ നുണ അള്ളാഹ് റസൂലിന്റെ പേരിലാണെങ്കിലോ അതിന് പിന്നെ നമ്മൾക്കൊന്നും പറയാതിരിക്കലാന്നല്ലേ? ബുദ്ധിയുള്ള ആളുകൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ പൊതുവെ ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ ശേഷം ആ കൗമിനോട്, കാന്തര വിഭാഗം എന്ന് പറഞ്ഞ വിഭാഗത്തിനോട് പൊതുവെ ജനങ്ങൾക്ക് ഒരു താല്പര്യമില്ല. മാത്രമല്ല അവരും തന്നെ, അവരെ പ്രവർത്തകരും തന്നെ ശണ്ഡീകരിക്കപ്പെട്ട അവസ്ഥയിൽ പ്രത്യേകിച്ച് കാര്യമായ പ്രവർത്തനമില്ല, ഊർജ്ജമില്ല. അങ്ങനെ നോട്ടീസ് ഒട്ടിച്ച് പരിചയമുള്ള പിന്നെ ശീലിച്ച ആൾക്കാർക്ക് കയ്യോ അല്ലാതെ വർക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടൊട്ടിക്കും. ഇങ്ങനെയൊക്കെ പോയിരുന്നു. മറ്റേ മുഖാമുഖം കൊണ്ടും സംവാദം. എങ്ങനെയുണ്ട്? ശണ്ഡീകരിക്കപ്പെട്ട ഒരു ടീമാണ് AP സമസ്ത. ഇത് ഞാൻ പറഞ്ഞ വ്യക്തിപരം, ഓൻ പറഞ്ഞ ആദർശപരം. എങ്ങനെയുണ്ട്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞു എന്നാ പറഞ്ഞേ? കളവല്ലേ പറഞ്ഞത്? ആർക്കാത് മനസ്സിലാവാത്തത്? എവിടേക്കായി പോക്ക്? ഇത് ഞങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എത്ര കളവാ അവര് പറഞ്ഞു? അവിടുത്തെ പരിശുദ്ധ ശരീരത്തിൽ ഈച്ചയിരിക്കും എന്ന് വരെ പറഞ്ഞിട്ടില്ലേ? അവിടുന്ന് പറയാത്തത് എന്തെല്ലാം പറഞ്ഞു പേരിൽ? വെറും ബിസിനസ് മാത്രമേ. ഈ ഹക്കീം അസേരൊക്കെ ജീവിക്കണ ബിസിനസ്സിനല്ലേ? അതിനുവേണ്ടി ആരുടെ പേരിലൊക്കെ കള്ളത്തരം പറഞ്ഞു? ഇത് ഞങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് വ്യക്തിപരാവുക? ഇത് മനസ്സിലാക്കണ്ടേ നിങ്ങൾ? ശണ്ഡീകരിക്കപ്പെട്ട ടീമാണ്. ആരുമില്ല, ഒന്നും നടക്കണില്ല എന്ന് സൽമാൻ കഴിഞ്ഞ മാസം മുമ്പ് പറഞ്ഞതാ കേരളായിക്കാരൻ. ഇപ്പം എന്നിട്ട് സ്വന്തം കൂട്ടുകാരായി കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുണ പറഞ്ഞവും പ്രശ്നമല്ല, കള്ളത്തരം പ്രശ്നമല്ല, ഗ്രാൻഡ് മുഫ്തിയും പ്രശ്നമല്ല, വ്യാജ സമസ്തയും പ്രശ്നമല്ല. നമ്മളെ കൈ പിടിച്ച കഴിഞ്ഞു കഥ. രാത്രിയൊക്കെ മീറ്റിങ്ങിൽ ഇരിക്കല്ലേ? ആ വഹാബ് സഖാഫിയൊക്കെ അല്ലേ വലിയ കൂട്ടുകാരൻ?
വഹാബിനെ കുറിച്ച് അതേ പ്രസംഗത്തിൽ അവൻ പറയുന്നുണ്ട്. കേൾപ്പിച്ചു കൊടുക്കുക. ആദർശ പ്രസംഗം നടത്താൻ വയ്യാത്തൊരവസ്ഥയിൽ പിന്നെ ഒരു ഉറപ്പില്ലാത്ത നമ്മുടെ വഹാബ് സത്താഫിനെ പോലെ നമ്മുടെ അമ്പർക്കാരും ആയാതി ചില ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കിയിരുന്നു. പക്ഷെ അതിലും വലിയ ഗണിയിൽ പെട്ടിട്ട് എന്തെങ്കിലും മുണ്ടുമ്പോഴേക്ക് ആൾക്കാർ കമന്റിലും മറ്റും വന്നിട്ട് ഓരോന്ന് എഴുതി വിടാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പൊതുവെയുള്ള അവസ്ഥ. ആയിക്കോട്ടെ, അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ള കണക്കിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതാ ഞങ്ങളാണ് ഒറിജിനൽ സമസ്ത, 100ാം വാർഷികം ആഘോഷിക്കേണ്ട ആൾക്കാർ ഞങ്ങളാണ്, വടക്കൽ മുണ്ടക്കോയ തങ്ങളുടെ എങ്ങനെയുണ്ട് വഹാബ് സഖാഫി? അയാളൊക്കെ പിന്നെ രംഗത്തിരാൻ നോക്കുന്നുണ്ട്. പക്ഷെ വരുമ്പോഴേക്ക് പല കെണിയിലും പെട്ട് അപ്പോഴേക്ക് ആളുകൾ കമന്റിൽ വന്ന് സ്വീപ്പാക്കും. ഇപ്പം എങ്ങനെ വഹാബിൻ്റെ കൂട്ടുകാരനായത്? അതോ വഹാബിൻ്റെ ആ പണി രണ്ടാളും കൂടി ഷെയർ ചെയ്തിട്ട് നടത്തുന്നതാണോ? എന്താ കരുളായിക്കാരാ ഇത്? ഒറ്റ പ്രസംഗത്തിലെ ക്ലിപ്പാണ് ഞാൻ ഈ കേൾപ്പിക്കുന്നത്. അയാൾ എല്ലാ പ്രസംഗവും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറുപടി ഒന്ന് തുടരട്ടെ, എല്ലാം ഞങ്ങൾ വലിച്ചു പുറത്തിടും. അയാളത് മാത്രമല്ല, അയാളെ കൂടെ ഉള്ളവരോട്. നിങ്ങൾക്ക് എന്നേ AP സമസ്ത നന്നായത്? AP സമസ്ത എന്ന ഇന്നത്തെ നിരീശ്വരവാദിയേക്കാൾ അധപ്പതിച്ച ടീം, അവർക്കെതിരെ ഞങ്ങൾ ആദർശ പോരാട്ടം നടത്തുമ്പോൾ അത് വ്യക്തിവിരോധം തീർക്കലാണ് അല്ലേ? നേരത്തെ പറഞ്ഞൊരു പോയിന്റില്ലേ, നോട്ടീസ് ഒട്ടിക്കുക മാത്രമേ ഇപ്പോൾ നടക്കണുള്ളൂ, ഉപ്പാവും നടക്കണില്ല. അതൊന്നുകൂടി പറയട്ടെ അടുത്ത വെക്ക്. അവസ്ഥയിൽ പ്രത്യേകിച്ച് കാര്യമായ പ്രവർത്തനമല്ല, ഊർജ്ജമല്ല. അങ്ങനെ നോട്ടീസ് ഒട്ടിച്ച് പരിചയമുള്ള പിന്നെ ശീലിച്ച ആൾക്കാർക്ക് കയ്യോ അല്ലാതെ വർക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടൊട്ടിക്കും. ഇങ്ങനെയൊക്കെ പോയിരുന്നു. മറ്റേ മുഖാമുഖം കൊണ്ടും സംവാദം, മുഖാമുഖം വെല്ലുവിളിയും കൂക്കും പാട്ടുമായിട്ടും മനുഷ്യനെ റോഡ് കൂടെ യാത്ര ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ അതൊക്കെ നിന്നില്ലേ. കാരണം ഈ മുഖാമുഖത്തിന് ഇരുന്ന് നടന്നിയ സകല മൂല്യമാരും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കൂടുന്ന ഈ പിന്നെ ഇതാണ് അവസ്ഥ. ഇതല്ലേ ഞങ്ങളും ഈ പറയണത്. പണ്ടതിന് മുഖാമുഖം എല്ലാം കൂടി വലിയ സംഭവ ബഹുലമായ കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. പണ്ട് നോട്ടീസ് ഒട്ടിച്ചവർക്ക് വല്ലാതെ കൈ വറക്കുമ്പോൾ എവിടെങ്കിലും പോയി ഒരു നോട്ടീസ്, അതിനിപ്പോൾ വയസ്സന്മാരൊക്കെ ഒട്ടിക്കണമെന്നാണ്, യുവാക്കളൊന്നും അതിലില്ലേലും. കേരളായിക്കാരാ ഈ ഒന്ന് ഒട്ടിച്ചൊടുക്ക്, പോയിങ്ങാണ്ട് സഹകരിച്ചൊടുക്ക്. ജിഫ്രി തങ്ങൾ പാപ്പാൻ്റെ യാത്ര ഇപ്പോൾ കഴിഞ്ഞല്ലോ, മറ്റോലിപ്പോൾ ഇടങ്ങാറായി. എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ വരണം, യൂണിറ്റുകളിൽ നിന്ന് ബസ് വേണം, പ്രവർത്തകർ ഒഴിഞ്ഞു പോകരുത്. കാരണം ഈ യാത്രനെ ഓവർടേക്ക് ചെയ്യണമല്ലോ ഇപ്പോൾ അത്. അതിനുള്ള ഭയങ്കര സംഭവമാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈയും കൂടി ഒന്ന് കൂടിക്കൊടുത്തേക്ക്, സലാമത്താവട്ടെ പോലെ. അല്ലാതെ ഇപ്പോൾ ഒന്ന് ഷണ്ഡീകരിക്കപ്പെട്ട ടീമല്ലേ പോലെ. എങ്ങനെയുണ്ട്? ഇനി ഞാൻ പറയുന്നത് എന്താ ഇപ്പം ഈ 100ാം വാർഷികത്തിൻ്റെ അവസ്ഥ? ഏപ്പിക്കാരൻ 100ാം വാർഷികത്തെക്കുറിച്ച് കരുളായിക്കാരൻ പറയാം, സഹിച്ചോളിട്ട് എല്ലാവരും സഹിച്ചാൽ മതി. വൽക്കതിരി ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹ്. എന്താ വേണ്ടത്? അപ്പോൾ ഇയാൾ പറയാണ്, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതാ, എന്താ ഇപ്പം ഏപ്പിക്കാരുടെ അവസ്ഥ? ഇതിപ്പോൾ അയസനിക്കും വേണമെങ്കിൽ പറഞ്ഞൂടെ, ഞങ്ങളാണ് സമസ്തൻ്റെ ആൾക്കാർ. അന്ന് ഏപ്പിക്കാരോട് പറഞ്ഞാണ്. അതും കൂടി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. നേതാക്കൾ അതിന് കാര്യമായിട്ട് മറുപടി പോയിട്ടില്ലല്ലോ. മാത്രമല്ല ഇപ്പൊ നാളെ തന്നെ നൗഷാദ് വരികയാണ്. നൗഷാദ് പറയാണ്, വടക്കൽ മുല്ലക്കോയ തങ്ങൾ രൂപീകരിച്ച സമസ്തയുടെ ആദർശം കുരുവട്ടൂർ ഷെയ്ഖിന്റെയും ഞങ്ങളുടെയും കയ്യിലാണ്. അതുകൊണ്ട് ഞങ്ങളാണ് 100ാം വാർഷികം ആഘോഷിക്കുന്നത്. നൗഷാദ് പറഞ്ഞു ഒരു നിർവാഹമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് വെച്ച് അങ്ങനെ പ്രചാരണെ കുറിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ഒപ്പൊന്നുമില്ല. പ്രത്യക്ഷമായി പരാക്രമണം നടത്തുമ്പോൾ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇടാനുള്ള സ്ഥലങ്ങളുണ്ട് എന്നല്ലാതെ ഇങ്ങനെ പറഞ്ഞു നടന്നാലൊന്നും ഇപ്പോൾ അവരങ്ങൊന്നും ചെയ്യുന്നില്ല. അതിന് വലുതൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അപ്പൊ നജീബുൽ പറയാണ്, താജുൽ ഉലമ സ്വതക്കം. അപ്പോ അതുവരെ ഇയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്ത് 100ാം വാർഷികമാണോ നിങ്ങളെ വാർഷികം? നിങ്ങൾ വാർഷികം കൊണ്ടാടാണെങ്കിൽ അത് അഴ്സനിക്കും കൊണ്ടാടി കൊടുക്കുക. ഞങ്ങളതാണ് യഥാർത്ഥ സമസ്തയുടെ ആശയം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ കാണിച്ച ആ ആശയം ഞങ്ങളുടേതാണ് എന്ന് അവർ കുരുവട്ടൂർ വിഭാഗം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അനക്ക് തീരെ ചെയ്യാൻ പറ്റില്ല കേരളക്കാരാ. കാരണം ഈ വലപ്പം കൂടിയില്ലേ, ശംസുലും അവരെ കുറിച്ച് പറഞ്ഞാൽ ടീം സുന്നിയല്ലാന്നാ, സുന്നത്തിൽ കഴിക്കാത്ത സുന്നീന്നാ. അവന് ഈ ഓലപ്പം കൂടിയതോടുകൂടി കഥ കഴിഞ്ഞ്. ഇനിയിപ്പോൾ അത് സമസ്തൻ്റെ ആദർശമുള്ളവർ നടത്തട്ടെ. എവിടുന്നാ ചങ്ങായി നിച്ചുവൻ്റെ? മാത്രമല്ല നമ്മളെ എന്തിനാണ് പുറത്താക്കിയത് എന്ന് വരെ അവൻ പറയുന്നുണ്ടായിരുന്നു. ഈ കരുളായിക്കാരൻ എന്തിനാ സമസ്തയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ AP ഭാഗത്തുനിന്ന് നമ്മളെ പുറത്തു പോരേണ്ടി വന്നത്? അതിൻ്റെ ഒരു ഘട്ടം പറയുന്നുണ്ട്, വെച്ചു കൊടുക്കുക. അങ്ങനെ ചുളിവിൽ കുറെ നോണ അടിച്ചു വിടാൻ നോക്കുന്നുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യാതെ നടക്കുമ്പോൾ നിർത്തുക അല്ലെങ്കിൽ പിന്നെയും കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ
ഇനി പ്രതികരിക്കൽ ആവശ്യമാണോ? തുടക്കം വെച്ചതിൽ കുറിച്ചത് നിങ്ങളാണ്. പണ്ട് മുടിന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ റസൂലുള്ളാഹിയുടെ പേര് നിങ്ങൾ നുണ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിടികൂടി. അപ്പൊ നിങ്ങളെ പ്രഭാഷകരൊക്കെ നിങ്ങൾ പ്രസംഗം നിർത്തിവെപ്പിച്ചു. ഇനി ആരും മറുപടി പറയേണ്ടെന്ന് പാസാക്കി. നൗഷാദ് പോലത്തെ ആൾക്കാർ മറുപടി പറഞ്ഞതിന്റെ പേരിൽ അവരെ പുറത്താക്കി. അവസാനം നിങ്ങളോട് മിണ്ടാതിരുന്നു, ഞമ്മക്കാണ് ഇവിടെ പറഞ്ഞു തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഉസ്താദ് ചർച്ച ഇന്നാണ്, ഏതാ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നിട്ടും മറുപടി ഞങ്ങൾ ആക്ഷേപിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ. മുടി കൂടുന്ന ആൾക്കാരൊക്കെ ആയിട്ടും പിന്നെയും അങ്ങനെയായിരുന്നു അവസാനങ്ങൾ പറഞ്ഞത്. ആ പറച്ചിലൊന്നും ഇവിടെ ഇനി പറയരുത്. കണ്ടങ്ങള്, അതായത് നിങ്ങൾക്ക് ഒരു ആദർശ കൃത്യതല്ല. വിഷയം പറഞ്ഞു തുടങ്ങി കുറച്ചണ്ട് എത്തിക്കഴിഞ്ഞാൽ പ്രഭാഷകരോട് പറയും ഇനി പറയണ്ടോ. അന്ന് ആധാറുമായി ബന്ധപ്പെട്ട് ഷഹറുബാറുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പിന്നെ നമ്മളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ലേ അയാൾ പറഞ്ഞു. ഹസനിയൊക്കെ പ്രസംഗിച്ചു. അങ്ങനെ കുറച്ചങ്ങോട്ടായപ്പോൾ നിർത്തണമെന്ന് പറഞ്ഞു, നിർത്തിയില്ല. അതുകൊണ്ടാണ് അവരെ പുറത്താക്കാൻ തന്നെ കാരണം. കൃത്യല്ലേ, ആദർശപരല്ലേ കരുളായിക്കാരാ. ഞങ്ങൾ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ പോകുന്നത് പോലും അല്ല എന്നല്ലേ ഈ പറഞ്ഞു കൊടുക്കണേ. ആദർശ വിഷയത്തിൽ മുഖാമുഖവും സംവാദവുമായി നടന്നിരുന്ന ടീം അതെല്ലാം ഒഴിവാക്കി വെറും സാന്ത്വനത്തിൻ്റെ പിന്നിൽ മാത്രം പോവുകയും അത് ഞങ്ങളോട് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ഞങ്ങളും സംഘടനയും ആദ്യം പ്രശ്നം വന്നത്. അപ്പം പേരോട് പറയുന്നുണ്ട് സ്വാതന്ത്ര്യം മാത്രമായി പോകുന്നുണ്ട്, അത് പറ്റൂല. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ ആദർശം പറയണം. അവൻ്റെ അടുത്തുള്ള ആദർശം വേറെ മാറിപ്പോയി, വേറെ കാര്യം. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പേരോട് ആവർത്തിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, വായിക്കാട് തീർത്തു പറയാം. അപ്പം ഞങ്ങളുടെ സംഘടനയിൽ നിന്നുള്ള പുറത്തു വരവ് തന്നെ എങ്ങനെയാണ്? ആദർശപരമാണ്. അതിലൊന്നാണ് ഇയാൾ പറഞ്ഞത്, എന്ത് ഷാറു മുബാറക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതാണെന്ന് വിശ്വസിച്ചിരുന്ന കാലം, അതിനു വേണ്ടി ഞങ്ങൾ പ്രസംഗിച്ചു. അതാണ് ഒരു കാരണം. നിർത്താൻ പറഞ്ഞു, നിർത്താൻ പറ്റൂല. എ പി അബൂബക്കർ മുസ്ലിയാർ രഹസ്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞു ഈ നിർത്തണ്ട, പറഞ്ഞോ, പുറത്തു പോകേണ്ടി വന്നു. ആദർശം മുജാഹിദിനോട് ക്ലിപ്പിട്ട് പറയണ്ടെന്ന് പറഞ്ഞു ഞങ്ങളോട്. ഞങ്ങൾ ക്ലിപ്പിട്ടു. ഇതല്ലേ ഞങ്ങൾ ചെയ്ത തെറ്റ്. അതുവരെ നീ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ പ്രസംഗം ഈ കരുളായിക്കാരന് ഞാൻ എടുത്തപ്പോഴേക്ക് എ പി വിഭാഗത്തെ ഒന്നിനും പറ്റാത്ത നുണയന്മാരും ചതിയന്മാരും വഞ്ചകന്മാരുമാണ് എന്നത് എത്ര ഉഷാറായിട്ട് അയാൾ പറയുന്നത്. ഇത് അയാൾ പറയുമ്പോൾ എങ്ങനെ ആദർശം, അത് ഞങ്ങൾ പറഞ്ഞാൽ വ്യക്തിപരമായാൽ എങ്ങനെ? ഞങ്ങൾ അതും പറയില്ല. വളരെ സൂക്ഷിച്ച് ആദർശപരമായി മാത്രം ചർച്ച ചെയ്യൽ. മാത്രമല്ല, ഇനി വേറൊരു പ്രസംഗത്തിൽ നിന്നുള്ള ഒരൊറ്റ ക്ലിപ്പ്, സമയമില്ലാത്തതുകൊണ്ട് അത് ദീർഘിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അത് നമുക്ക് പിന്നീട്, ബാക്കിയുള്ളതൊക്കെ പിന്നീട്. ഒറ്റൊന്നുകൂടി അതിലയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പം എ പി സമസ്തയുടെ അവസ്ഥ. അതായത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അയാൾ എ പി സമസ്ത എന്ന് വിലയിരുത്തുകയാണ്. ഇ കെ ഉസ്താദിന് സുന്നി സ്ട്രോങ് പോരാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ടീം അല്ലാഹു സാക്ഷിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമാക്കി പറയുന്നുണ്ട്. ഇന്നുള്ള അവസ്ഥ എന്താ? ഓരോ അങ്ങാടികളിലും അവരുടെ ശിഷ്യന്മാർ തന്നെ ആട്ടിത്തല്ലുകയാണ്, പണി കൊടുക്കുകയാണ്. നമ്മൾ ആദർശ മുന്നേറ്റം നടത്തിയപ്പോൾ ദാവിയത്ത് സൂഫിയ ഓരോ അങ്ങാടികളിലും ചെന്ന് എ പി വിഭാഗത്തിൻ്റെ ശക്തമായ ആശയപ്പാപ്പരത്വം തുറന്നു പറഞ്ഞപ്പോൾ അതിനെ വർണ്ണിച്ചുകൊണ്ട് അന്ന് കരുളായിക്കാരൻ പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം. ഇന്ന് അയാൾ പറഞ്ഞ വ്യക്തിവിരോധം എന്നാ. അപ്പം ആർക്കാ വ്യക്തിവിരോധം? ഞങ്ങളോട് വ്യക്തിവിരോധം അല്ലേ? അതല്ലേ ഇപ്പോൾ കരുളായിക്കാരുണ്ടായത്. അന്ന് ഞങ്ങളുടെ പ്രവർത്തനത്തെ പ്രശംസിച്ച താങ്കൾ ഇന്ന് ഞങ്ങളോട് വ്യക്തിവൈരാഗ്യമുണ്ടായപ്പോൾ ഞങ്ങളെ വെറുതെ പറയുകയാണ് കള്ളത്തരം. ഞങ്ങളെന്താ തെറ്റ് ചെയ്ത്? സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ മദ്ഹ് പറഞ്ഞു. അതല്ലേ പ്രശ്നം. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുജാഹിദിനോട് അടുക്കുന്നുണ്ട്, ഇതല്ലേ അന്ന് നിങ്ങൾ പറഞ്ഞേ. ഇപ്പം പിന്നെ എല്ലാവർക്കും മുജാഹിദുകൾ ഫോൺ ചെയ്യുകയാണെന്നല്ലേ ഇപ്പം എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ആ ഒറ്റ പ്രശ്നമല്ലേ നമ്മൾ തമ്മിലുള്ളൂ. അതിനു വേണ്ടി ഇപ്പോൾ വ്യക്തിവൈരാഗ്യം താങ്കൾ തീർക്കല്ലേ. ഞങ്ങളുടെ പ്രവർത്തനത്തെ പ്രശംസിച്ച താങ്കൾ ഇപ്പം എങ്ങനെ അതിനെതിർത്ത്? അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആ കളിപ്പും കൂടി കേൾപ്പിച്ചാൽ അവർക്ക്. അവർ എന്തിനാണോ പോയത് അതുപോലും ഇന്ന് നിലവിലില്ല. ഇന്ന് അവരുടെ അവസ്ഥയാണെങ്കിൽ അല്ലാഹുവേ നീ സാക്ഷി, മഹാന്മാരായ ഞങ്ങളുടെ ആലിമീങ്ങളെ, മഹാന്മാരായ സാദാത്യങ്ങൾക്കെതിരെ
വന്യവയോധികരായ 90 വയസ്സായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. 70 ചില്ലാനം 80ഓളം വയസ്സുള്ളപ്പോഴാണ് ശംസുൽ ഉലമക്കെതിരെ കേസ് കൊടുക്കുന്നത്. ഇന്നിതാ സ്വന്തം ശിഷ്യന്മാർ തലങ്ങും ബലങ്ങും ഓരോ യൂണിറ്റിലും മൈക്ക് കെട്ടി അങ്ങാടി തോറും ആട്ടിത്തല്ലുന്ന കാഴ്ച ഞങ്ങൾ തന്നെ കാണുകയാണ്. അല്ലാഹുവേ, നിന്റെ തീരുമാനം എത്ര മഹത്താണ്, എത്ര മഹത്വമായതാണ്. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിനെയും ആക്ഷേപിക്കാൻ വേണ്ടി മൈക്ക് കെട്ടി പറഞ്ഞയച്ചവർ ഇന്ന് സ്വന്തം ശിഷ്യന്മാരുടെയും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെയും ആട്ടും തുപ്പും കേട്ട് ഇരിക്കപ്പുറതിയില്ലാതെയായെങ്കിൽ ഇത് ആ മഹത്തുക്കളെ നിങ്ങൾ വേദനിപ്പിച്ചതിന് നിങ്ങളുടെ ശ്വാസം അടങ്ങുന്നതിന് മുമ്പ് റബ്ബ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. അതെപ്പോ അതിനെ കുറിച്ച് പറയാനുള്ളൂ. കണ്ണുങ്ങള് എത്ര കൃത്യമായിട്ട് അയാൾ പറഞ്ഞ്. പ്രായം ചെന്ന കണ്ണിയത്ത് ഉസ്താദ്, മഹാനരായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, ആ മഹാരഥന്മാർക്കെതിരെ നീങ്ങിയ AP സമസ്ത, എന്താണ് അവരുടെ ഇന്നത്തെ കഥ അവസ്ഥ? റബ്ബേ, നീ സാക്ഷിയാണ് എന്നാ പറഞ്ഞു. സാക്ഷി നിർത്തിയിട്ട് പറയാ, അങ്ങനെയുള്ള ആളുകൾ അവരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ഓരോ അങ്ങാടികളിലും കയറിയിട്ട് വന്നിട്ട് തലങ്ങും ബലങ്ങും ആട്ടിപ്പുറത്താക്കുകയാണ്, തല്ലുകയാണ്. എത്ര മഹത്തായ കാഴ്ചയാണിത്! റബ്ബ് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്. ശംസുൽ ഉലമയെ വേദനിപ്പിച്ചതിന്, കണ്ണിയത്ത് ഉസ്താദിനെ വേദനിപ്പിച്ചതിന് ശിഷ്യന്മാരെ കൊണ്ട് തന്നെ അള്ളാഹു അടിപ്പിക്കുകയാണ്. എത്ര മഹത്തായ കാഴ്ചയാണ്! കരുളായിക്കാരൻ സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞതാ. ഇന്നെങ്ങനെയാ അത് ഇതേ ആട്ടി തല്ലല് വ്യക്തിവിരോധായത് എങ്ങായി? അതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്തേക്ക്. അതെന്താ? കണ്ണിയത്ത് ഉസ്താദിനെ വേദനിപ്പിച്ചവർ, ശംസുൽ ഉലമയെ വേദനിപ്പിച്ചവർ, ഒരുപാട് മശായിഖുമാരെ കണ്ണീര് കുടിപ്പിച്ചവർ. കണ്ണിയാല ഉപ്പാപ്പ മറക്കാൻ പറ്റുമോ? അത്തിപ്പറ്റ ഉസ്താദ് മറക്കാൻ പറ്റുമോ നമുക്ക്? അതുപോലെയുള്ള എത്ര മഹത്തുക്കൾ, തൃപ്പനച്ചി ഉസ്താദ് റളിയല്ലാഹു അൻഹും, ഈ മഹാരഥന്മാർ, ശംസുൽ ഉലമയും ചെറുശ്ശേരി ഉസ്താദും കാളമ്പാടി ഉസ്താദും, അങ്ങനെയുള്ള എത്ര മഹത്തുക്കളായ ആലിമീങ്ങൾ, അവരെ ഒക്കെ കണ്ണീര് കുടിപ്പിച്ച് അവരെ ശാപം ഏറ്റുവാങ്ങിയ AP സമസ്തയെ തലങ്ങും ബലങ്ങും തല്ലാൻ, ആദർശപരമായ തല്ല് അല്ലാഹു ഞങ്ങളെ ഏൽപ്പിച്ചത് എത്ര മഹത്തരമാണ്! ഒരു കാര്യം കൂടി, അവരെ മാത്രമല്ല ആ മഹത്തുക്കളായ മശായിഖിനെയും, പ്രത്യേകിച്ച് പാണക്കാട് സാദാത്തീങ്ങളെ, പൂക്കോയത്തങ്ങളുടെ മക്കളെ, മഹാനരായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ, സയ്യിദ് ആറ്റപ്പൂ ഹൈദർ അലി ശിഹാബ് തങ്ങളെ, സാദിഖ് അലി ശിഹാബ് തങ്ങളെ, ഇങ്ങനെയുള്ള മഹത്തുക്കളെ എടങ്ങാറാക്കി കുറ്റം പറഞ്ഞ് പരിഹസിച്ച് നടക്കുന്ന AP സമസ്തയെ ഞങ്ങൾ അതിശക്തമായി നേരിടുമ്പോൾ, ഇന്ന് ആ AP സമസ്തയോട് ചേർന്ന് നിന്ന്, ഒട്ടിച്ചേർന്ന് നിന്ന് അവരുടെ ഭാഗമായ കരുളായിക്കാരനെ കൂടി ഞങ്ങൾ തലങ്ങും വലങ്ങും അടിക്കുന്ന മഹത്തായ കാഴ്ച അതെത്ര സുന്ദരമാണ്, എന്തൊരു രസകരമാണ്! താങ്കളെ കൊണ്ട് തന്നെ താങ്കളുടെ ആദർശത്തെ ഞങ്ങൾ നേരിടും. ഒറ്റ പ്രസംഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ താങ്കളുടെ. ലാസ്റ്റ് ഒന്നും ഇനി ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചതല്ല.